വൈറ്റമിൻ ബി 12ഉം വൈറ്റമിൻ ബിയും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ സപ്ലിമെൻ്റ് ആയിട്ട് മേടിച്ച് കഴിക്കാറുണ്ടല്ലേ. നമ്മൾ സാധാരണയായിട്ട് മേടിച്ച് കഴിക്കുന്ന സപ്ലിമെൻ്റാണ് ഇതെല്ലാം, വൈറ്റമിൻ ബി 12ഉം ഡിയും. പക്ഷേ ഇത് എപ്പം കഴിക്കണം എന്ന് അറിയാതെ എപ്പോഴെങ്കിലുമൊക്കെ വാരി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടത്തില്ല. അപ്പോൾ ഇത് എപ്പം കഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനാണോ കഴിക്കുന്നത് അത് നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടും. വൈറ്റമിൻ ബി 12 എന്ന് വെച്ചാൽ വെറും വയറ്റിലും, വൈറ്റമിൻ ഡി എന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്. ഓക്കെ, ഇത് എത്ര പേർക്ക് അറിയാം? ഇത് ബേസിക്കലി ആ ഒരു വൈറ്റമിൻ്റെ നേച്ചർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വൈറ്റമിൻ ബി 12, ബി മാത്രമല്ല ബിയും സിയും വാട്ടർ സോലുബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിന് നല്ലത്, അത് ആഗിരണം ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. പക്ഷേ വൈറ്റമിൻ ഡി എന്ന് വെച്ചാൽ ഫാറ്റ് സോലുബിൾ ആണ്. അപ്പോൾ ഈ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള ശരീരത്തിൽ ഫാറ്റ് അല്ലെങ്കിൽ ആ ഒരു ദഹനം നടക്കുന്ന സമയത്ത് ആമാശയത്തിൽ ഫാറ്റ് ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ രീതിയിൽ എടുക്കുക. എസ്പെഷ്യലി വൈറ്റമിൻ ബിയും സിയും വെറും വയറ്റിലും ബാക്കി എല്ലാ വൈറ്റമിൻസും കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.